എങ്ങനെയാണ് ലാലേട്ടൻ ഇത് ലഭിച്ചത്? വാടാ. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭവങ്ങളെ മാനിച്ച് ഇന്ത്യൻ സിനിമയുടെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ 100ാം ജന്മവാർഷികം മുതലാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഒരു സ്വർണ്ണ മെഡലും ഷാളും 10 ലക്ഷം രൂപയും. ഈ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് ശ്രീ മോഹൻലാൽ. 48 വർഷം, അതായത് 4.5 പതിറ്റാണ്ടായി മോഹൻലാലിന്റെ സിനിമാ ജീവിതം തുടങ്ങിയിട്ട്. ഇതിനിടയിൽ അദ്ദേഹം നടത്തിയ വേഷപകർച്ചകൾ ചെറുതൊന്നുമല്ല. കിരീടം, പവിത്രം, താളവട്ടം, സതയം തുടങ്ങി കണ്ണ് നനയിപ്പിച്ചതും മംഗലശ്ശേരി നീലകണ്ഠൻ മുതൽ മുള്ളൻകൊല്ലി വേലായുധൻ വരെ സ്ത്രൈണഭാവമുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് 6ാം തമ്പുരാനാകാനും, താളവട്ടത്തിലെ നിസ്സഹായനായ ജോജിയിൽ നിന്ന് പവിത്രത്തിലെ ചേട്ടച്ചനാകാനും, അവിടെ നിന്ന് കമലദളത്തിലെ മേവഴക്കമുള്ള നന്ദഗോപനാകാനും ലാലേട്ടന് കഴിഞ്ഞതുപോലെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. സ്ക്രീനിൽ ഒരു പാട്ട് പാടുമ്പോൾ അത് അദ്ദേഹം പാടിയതല്ല എന്ന് നമ്മളെ പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ടി വരും. കൈവിരലുകൾ പോലും കഥാപാത്രമായി മാറുമ്പോൾ ഈ അതുല്യ പ്രതിഭയ്ക്ക് ഈ അംഗീകാരം ഇത്തിരി പോകുന്നോളം വൈകി എത്തിയോ എന്ന സംശയം മാത്രമാണുള്ളത്. മോഹൻലാല് വെള്ളം പോലെയാണെന്ന് പലരും പറയാറുണ്ട്. ഒഴിക്കുന്ന പാത്രത്തിന്റെ ആകൃതികത്തു മാറാൻ അദ്ദേഹത്തിന് എപ്പോഴും സാധിക്കും. ലോക സിനിമയിലെ മികച്ച 10 നടന്മാരുടെ പട്ടിക ഉണ്ടാക്കിയാൽ അതിൽ ആദ്യ പേരുകളിൽ ഒന്ന് മോഹൻലാലിൻ്റെതാകും. ഒരു അഭിനേതാവിന് ലഭിക്കേണ്ടുന്ന ഏറ്റവും അത്യുന്നതമായ പുരസ്കാരവും ഏറ്റുവാങ്ങിക്കൊണ്ട് ദി കംപ്ലീറ്റ് ആക്ടർ.